Hello everyone, welcome to Octodi. Today's class is about the contraindications of contact lens. Okay. കോൺട്രാ ഇൻഡിക്കേഷൻ ആർക്കൊക്കെയാണ് നമ്മൾ കോൺടാക്ട് ലെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാത്തത്, അതാണ് നമ്മൾ കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് പറയുക. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ മെൻ്റൽ ഇൻകോമ്പീറ്റൻസ് ഓർ ഇറസ്പോൺസിബിലിറ്റി ആൻഡ് പുവർ മോട്ടിവേഷൻ. അത് മെൻ്റലായിട്ട് കഴിവില്ലാത്തവർക്ക്, പിന്നെ ഇറസ്പോൺസിബിൾ അല്ലാതെ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ചെയ്യാത്തവർ, പുവർ മോട്ടിവേഷൻ അങ്ങനെയുള്ളവർക്കൊന്നും നമ്മൾ കൊടുക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുമ്പോൾ അത്രയും കെയർ ആയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ അതിലെന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ണിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്രയും നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള ആൾക്കാർക്ക് വേണം, മനസ്സിലാക്കി അതുപോലെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാം, കോൺടാക്ട് ലെൻസ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഡിസീസ്ഡ് കണ്ടീഷൻസ് ആണ് കുറച്ച് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലാക്രിമൽ അപ്പാരറ്റസിൽ വരുന്ന ഡിസീസ്, ക്രോണിക് ഡാക്രോസിസ്റ്റൈറ്റിസ്. നെക്സ്റ്റ് ഐലിഡ്സിൽ വരുന്ന ഡിസീസ്, സ്റ്റൈസ്, ബ്ലിഫ്രൈറ്റിസ്. നെക്സ്റ്റ് കൺജങ്ക്റ്റിവൈറ്റിസ്. പിന്നെ കോർണിൽ വരുന്ന കോർണൽ ഡിസ്ട്രോഫി, ഡീജനറേഷൻ. സ്ക്ലീറയിൽ വരുന്ന എപ്പിസ്ക്ലീറൈറ്റിസ് ക്ലീറ. നെക്സ്റ്റ് ഐറോഡോസൈക്ലൈറ്റിസ്. പിന്നെ ഒക്കുപേഷണൽ ഹസാർഡ്സ്. അപ്പോൾ ഒക്കുപേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ഒക്കുപേഷനും നമ്മൾ എന്തെങ്കിലും കോൺടാക്ട് ലെൻസ് നമ്മൾ കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യില്ല. നമുക്കറിയാം. പക്ഷേ നമ്മുടെ പേഷ്യൻറ്റിന് കോൺടാക്ട് ലെൻസ് സജസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഒക്കുപേഷനൊക്കെ ചോദിച്ച ശേഷം വേണം നമ്മൾ കോൺടാക്ട് ലെൻസ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം സ്പോർട്സുള്ളവർക്ക് എന്തായാലും കോൺടാക്ട് ലെൻസ് വേണം. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഷാർപ്പ് വിഷൻ അതിന് വേണം, നമ്മൾ സ്പോർട്സിൽ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കോൺടാക്ട് ലെൻസ് സജസ്റ്റ് ചെയ്യാറുണ്ട്. മോസ്റ്റ് കോമൺലി നമ്മൾ സോഫ്റ്റ് ലെൻസസ് ആണ് അവർക്ക് സജസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പേഷ്യൻറ്റ് ഈ ഡസ്റ്റി എൻവറോൺമെൻറ്റിലുള്ള പേഷ്യൻസിന് നമ്മൾ RGB കൊടുത്തതിന് അവരെന്തെങ്കിലും അഡാപ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കെമിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ബേണിംഗ് പ്രോബ്ലം ഉണ്ടാവും. നമ്മളിപ്പോൾ സോഫ്റ്റ് ലെൻസസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ബേണിംഗ് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒക്കുപേഷൻ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാം അവർക്ക് നമ്മൾ കോൺടാക്ട് ലെൻസ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഒക്കുപേഷണൽ ഹസാർഡ്സ്, പ്രശ്നമുള്ള ഒക്കുപേഷൻസ് നമ്മൾ കെമിക്കൽ ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ഡസ്റ്റി എൻവറോൺമെൻറ്റ് അങ്ങനെയുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കോൺടാക്ട് ലെൻസ് സജസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സെവൻത്ത് നെർവ് പാൽസിയിൽ നമ്മൾ എന്ത് ചെയ്യാം, കോൺടാക്ട് ലെൻസ് കൊടുക്കാൻ പാടില്ല. നമുക്കറിയാം സെവൻത്ത് നെർവ് പാൽസിയിലാണ് ലാഗ് ഓഫ് താൽമോസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ വരിക. അപ്പോൾ ഡ്രൈനസ് ഒക്കെ വരാനുള്ള സാധ്യത, എക്സ്പോഷർ കെററ്റൈറ്റിസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യാൻ കൊടുക്കില്ല, നമ്മൾ കോൺടാക്ട് ലെൻസ് സജസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻഎബിലിറ്റി ടു യൂസ് ഹാൻഡ്സ്, അതായത് ആർത്രൈറ്റിസ് പോലത്തെ കണ്ടീഷൻസിൽ പേഷ്യൻ്റ് വിറയില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ കോൺടാക്ട് ലെൻസ് അവർക്ക് സജസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ പുവർ പേഴ്സണൽ ഹൈജീൻ, വൃത്തി ഒട്ടുമില്ലാത്തവർ, പുവറാണ്, ഹൈജീൻ കുറവാണ്, അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊടുക്കത്തില്ല. ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അലർജി പേഷ്യൻസിൽ ആസ്മ, ഹേ ഫീവർ അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് അലർജീസ് വന്ന് കോൺടാക്ട് ലെൻസ് വെക്കുമ്പോൾ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അങ്ങനെയുള്ളവർക്ക് കൊടുക്കത്തില്ല. പിന്നെ ഡ്രൈ ഐസ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രൈനെസ് ഉള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യില്ല, കോൺടാക്ട് ലെൻസ് കൊടുക്കത്തില്ല. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില കണ്ടീഷൻസ് നമ്മൾ ശ്രദ്ധിച്ച് വേണം അവർക്ക് എന്തെങ്കിലും കോൺടാക്ട് ലെൻസ് അഡ്വൈസ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് ആണ് നെക്സ്റ്റ് പറയാൻ വന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഡയബറ്റീസ് നമുക്കറിയാം ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഹീലിംഗ് ഉണ്ടാവുന്നതും കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ കോൺടാക്ട് ലെൻസ് സജസ്റ്റ് ചെയ്യാറില്ല. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി സമയത്ത് അവർക്ക് ഡ്രൈനെസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവർ ഷിഫ്റ്റ് ടുവേഴ്സ് മയോപ്പി ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ എന്തെങ്കിലും കൊടുക്കത്തില്ല, കോൺടാക്ട് ലെൻസ് കൊടുക്കത്തില്ല. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഈ അലർജീസ് ഉള്ള, നേരത്തെ പറഞ്ഞ പോലെ ആസ്മ, ഹേ ഫീവർ ഉള്ളവർക്കൊന്നും നമ്മൾ കൊടുക്കത്തില്ല. പിന്നെ ആർത്രൈറ്റിസ് ഉള്ളവർക്ക് ഹാൻഡ്ലിംഗ് പ്രോബ്ലംസ് ഉണ്ടാവും. അതുപോലെ തന്നെ അവർ ഡ്രൈനെസ്സും അസോസിയേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊടുക്കത്തില്ല. പിന്നെ സൈനസൈറ്റിസ് ഉള്ളവർക്കും റെഡ് ഐസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വാട്ടറിങ്ങും ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളവർ നമ്മൾ എന്തെങ്കിലും കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, കോൺടാക്ട് ലെൻസ് നമ്മൾ കൊടുക്കത്തില്ല, ശ്രദ്ധിച്ചേ കൊടുക്കത്തുള്ളൂ. ഓക്കെ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.